എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഈ റിസൾട്ട് ഇന്നലെ തന്നെ വന്നതായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളിൽ പലരും ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. നിങ്ങൾക്കിപ്പോൾ മുകളിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് vhscap.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിലാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറാണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം പാസ്വേഡ് എന്നിവ നൽകുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നീല കളറിൽ ഒരു റിഫ്രഷ് ബട്ടൺ കാണാം. ജസ്റ്റ് അത് ടച്ച് ചെയ്യുന്ന സമയത്ത് അതിന് കളർ മാറുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാം. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അടുത്ത പേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് വിൻഡോ വരും. പോപ്പപ്പ് വിൻഡോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതുപോലെ അവിടെ നിന്ന് പൊങ്ങിയിട്ട് വരുന്ന ഒരു വിൻഡോ ആണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ് പറഞ്ഞുകൊണ്ട് ഉണ്ടാവും. അതായത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആവുന്നതാണ്. അതുപോലെ തന്നെ ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിലും ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ, അതുപോലെ സ്കൂള്, കോഴ്സ് ഏതാണ്, ഇവിടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് എന്നിവ ഉണ്ടാവും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു വിദ്യാർത്ഥി ആണ് എങ്കിൽ നിങ്ങൾക്കിവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചുവപ്പ് കളറിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് ബാഡ് ക്രെഡൻഷ്യൽസ് എന്നുള്ളത്. അത് നിങ്ങൾ ഒന്നുകിൽ യൂസർ നെയിമായിട്ട് നിങ്ങൾ മൊബൈൽ നമ്പറിന് പകരം ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുന്നതായിരിക്കും കാരണം. അതുകൊണ്ട് തന്നെ യൂസർ നെയിമായിട്ട് ഇവിടെ VHSC വെബ്സൈറ്റിൽ ഈ ഒരു നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. ആ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തു, അതുപോലെ ഇതും കറക്റ്റായിട്ട് കൊടുത്തു, എന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഫോർഗോട്ട് പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റിക്കവർ പാസ്വേഡ് ബൈ SMS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് OTP നൽകാനുള്ള ഒരു ഭാഗം വരും. അതിനുശേഷം OTPയും അതുപോലെ തന്നെ നേരത്തെ ഒരു പേജിൽ നിങ്ങൾ ഇംഗ്ലീഷ് കുറച്ച് അക്ഷരം കണ്ടിട്ടുണ്ടാകും. അതേ രീതിയിൽ ഇംഗ്ലീഷ് അക്ഷരം കൂടി കറക്റ്റായിട്ട് കൊടുക്കാനുണ്ടാകും. അത് കറക്റ്റായിട്ട് നോക്കി കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 ബോക്സ് കാണാൻ സാധിക്കും. അതായത് ഒരു തവണ എൻ്റർ ചെയ്യുക, അതിനുശേഷം രണ്ടാം തവണ വീണ്ടും എൻ്റർ ചെയ്യുക. സെയിം പാസ്വേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ആക്കുന്ന പാസ്വേഡ്, ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് അമൽ എന്നാണെന്ന് കരുതുക. അമൽ എന്നാണെങ്കിൽ നിങ്ങൾ പാസ്വേഡ് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം A ക്യാപിറ്റൽ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു AMAL, അതിനുശേഷം @1 2 3 അല്ലെങ്കിൽ 2024 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്പേഴ്സ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ പാസ്വേഡ് കറക്റ്റായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് അതിനുശേഷം നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് വരികയും അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് നൽകിക്കൊണ്ട്, അതായത് ആ ഒരു യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചാൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു തരും. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി എടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മറ്റേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.